ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് ജങ്കാർ സർവീസ്. നിങ്ങൾ ജങ്കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്നു. ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചറമ്മ ഫാമിലിയും സൺഡേ ആയിട്ട് എവിടെയാണ് പോകുന്നത് എന്നറിയണ്ടേ? അപ്പോൾ എല്ലാവരും വായോ, നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെങ്കിൽ എല്ലാവരും ഒന്ന് അതിമനോഹരമായി പുഞ്ചിരിച്ച് യെസ്. നമ്മളിന്ന് പോകുന്നത് കൊല്ലം ചവറയിലുള്ള കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലുള്ള, എല്ലാവരും കേട്ടാണ് പേര്. കാര്യം അതിനൊരു ഷോർട്ട് പേരാണ് അറിയപ്പെടുന്നത് മണികെട്ടുന്ന അമ്പലം എന്ന പേരിലാണ് എല്ലാവർക്കും അറിയാവുന്നത്. വളരെ മനോഹരമായൊരു ഭൂപ്രദേശമാണ് ആ ക്ഷേത്രത്തിൻ്റെ. അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അമ്പലത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് കടലും. സുനാമി ഉണ്ടായപ്പോൾ പോലും യാതൊരുവിധ കേടുപാടും കൂടുതൽ ഉണ്ടാവാത്തൊരു ക്ഷേത്രം കൂടിയാണ്. ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണത്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് പങ്കുവെക്കാനുണ്ട്. അതായത് സുനാമി ഉണ്ടായപ്പോൾ അതിനടുത്തുള്ള പ്രദേശങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്തെങ്കിലും ഈ അമ്പലം നിൽക്കുന്ന പ്രദേശത്തെ സുനാമി എഫക്റ്റ് ചെയ്തില്ല. അതിനുശേഷമാണ് ആളുകൾക്ക് അവിടെയുള്ള വിശ്വാസം കൂടിയത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഒരു കായലിനും കടലിനും ഇടയ്ക്കുള്ള കുറച്ച് സ്പേസ്, അവിടെയാണ് അമ്പലം നിൽക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യൂ. പോകാത്തവർ നിങ്ങൾ എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും അവിടെ പോകണം. അവിടെ ശരിക്കും നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കൂടാതെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആൾക്കാർ പൊങ്കാല ഇടാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ കിണർ ഉണ്ട്, അമ്പലത്തിനകത്തുള്ളൊരു കിണർ. ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുത്താണ് പൊങ്കാല ഇടുന്നത്. പക്ഷേ ആ കിണർ വെള്ളത്തിന്, കിണറും കടലുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-30 മീറ്റർ പോലും ദൂരമില്ല. കിണർ വെള്ളത്തിന് ഉപ്പ് വെള്ളത്തിൻ്റെ യാതൊരു രുചിയുമില്ല. നല്ല പച്ചവെള്ളത്തിൻ്റെ രുചിയാണ് ആ വെള്ളം. ശുദ്ധജലമാണ്, അതായത് ഉപ്പുവെള്ളമല്ല, ശുദ്ധജലമാണ്. എനിക്ക് തോന്നുന്നു 4-5 കിണറുകൾ അങ്ങനെ ശുദ്ധജലം ലഭിക്കുന്ന കിണറുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ടീച്ചറമ്മയുടെ വ്ളോഗ് കണ്ടപ്പോഴാണ് കൊല്ലത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വ്ളോഗുകൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നാളെയാണ് നമ്മൾ ബുള്ളറ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് 1 മണിക്കുള്ള ക്ലാസ് കഴിഞ്ഞ് 2 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഹേ കണ്ണാ, നാളെ നിനക്ക് ബുള്ളറ്റ് എടുക്കാൻ പോവാണ്. ആർ യു എക്സൈറ്റഡ്? ഏതാ? ക്ലാസിക് 350 അല്ല, സ്റ്റാൻഡേർഡ് 350 ആണ് എടുക്കാൻ പോകുന്ന ബുള്ളറ്റ്. അപ്പോ പിന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. സോ ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ലേ? നാളെ പറയാം. റോഡ് പണി നടക്കുന്നത് കാരണം റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്ക് തിരിച്ചു വരുമ്പം ഡ്രീംസ് മോളിൽ ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും കൊല്ലം അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് എൻ്റെ ജില്ലയായതുകൊണ്ട് പറയുന്നതല്ല. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് ഓരോന്നും ടീച്ചറമ്മ വീഡിയോസിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടോ. ഇതൊരു റെയിൽവേ പാലമാണ് കേട്ടോ. ദൂരെ നോക്കുമ്പോൾ നല്ല ലുക്കുണ്ട്. സൂര്യഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ചതേ നല്ല വെട്ടം കിട്ടുന്നുണ്ട്. വൈകുന്നേര സമയമാണ്. ദേ ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ? ചൈനയുടെ വൻമതിൽ പോലെ നല്ല ഉയരത്തിലാണ് ഈ ഒരു മതിൽ പണിഞ്ഞിരിക്കുന്നത്. ഓ വൈബ് വൈബ് വൈബേ. വൈകുന്നേരം ഈ പാലത്തിലൂടെ ഇങ്ങനെ ആ ഒരു ഇളം ചൂടേറ്റുകൊണ്ടുള്ള യാത്ര അമേസിങ്. ഒന്നും പറയാനില്ല ഗൈസ്, അത്രയും അടിപൊളിയാണ് അല്ലേ? കൊല്ലം ബൈപ്പാസിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായൊരു ലൊക്കേഷനാണിത്. ഈ പാലത്തിൻ്റെ കരയ്ക്ക് എന്നുള്ള ദൃശ്യം ഇവിടെ നോക്കുമ്പോൾ പല പല തുരുത്തായിട്ട് കാണാൻ കഴിയും. സമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന തുരുത്ത് വളരെ മനോഹരമാണ്. ടൂറിസത്തിന് ഏറ്റവും ഡെവലപ്പ് ആവാൻ വേണ്ടി നല്ലൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഈ ഒരു സ്ഥലത്ത് അതിഗംഭീരമാണ്.
നമ്മുടെ ചിന്നുകുട്ടി ദേ കിടക്കുന്നുണ്ട്. ഈ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്നുകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറയുണ്ടായി, ടീച്ചറമ്മ എൻ്റെ കുഞ്ഞു മോള് ഞങ്ങളുടെ കാറിനെ പൊന്നു എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയും അത് ടീച്ചറമ്മയുടെ പൊന്നു, ഇത് എൻ്റെ പൊന്നു എന്ന്. കേട്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. നമ്മളിനി കാണാൻ പോകുന്നത് നീണ്ടകര പാലമാണ് കേട്ടോ. നീണ്ടകരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറുകളിൽ ഒന്നാണ് നീണ്ടകര. സീ ഫുഡ് എക്സ്പോർട്ടിൻ്റെ ഒരു മേജർ ഹബ്ബ് തന്നെയാണ് ഇവിടം. അഷ്ടമുടിക്കായലും അറബിക്കടലും തമ്മിൽ ചേരുന്ന പോയിന്റിലാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബോട്ടിങ്ങിനായും ഫിഷിംഗ് എക്സ്പീരിയൻസിനായും അതുപോലെ ലോക്കൽ സീ ഫുഡ് കുസിൻ എൻജോയ് ചെയ്യാനുമായിട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരാറുണ്ട് കേട്ടോ. ഇനി ടീച്ചറമ്മയുടെ ഒരു കവിത കേട്ടാലോ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചവറ കൊല്ലമാണ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അമ്പലം കണ്ടത്. ഈ നെല്ലിമരം കണ്ടോ? ONV കുറുപ്പിന്റെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടു അതിലൊന്നു തിന്നുവാൻ മോഹം. മുറ്റത്ത് നിൽക്കുന്ന ഈ നെല്ലിമരം കണ്ടപ്പോഴാണ് ആ കവിത എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ONV കുറുപ്പ് സാറ് പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്. എത്ര പേര് പഴയ ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചുപോയി. ഇവിടെ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മിക്കവാറും ഒക്കെ ഞങ്ങൾക്ക് വഴി തെറ്റും. ഇത്തവണ എന്തായാലും ഞങ്ങൾ വഴി തെറ്റാതെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. എപ്പോഴെങ്കിലും ഒക്കെ കൊല്ലത്തേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ അമ്പലവും അതിനടുത്തുള്ള ഈ ഒരു ബീച്ചും. കാര്യം ഒരുപാട് പേര് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ സൺഡേസിൽ വരുമ്പോൾ നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാറില്ല കേട്ടോ. ഇന്ന് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരവും കണ്ടില്ലേ. ONV കുറുപ്പ് അദ്ദേഹം പഠിച്ച സ്കൂൾ തിരുമുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരത്തെക്കുറിച്ച് എഴുതിയ കവിതയാണ്. ശരിക്കും നമ്മൾ പഠിച്ച സ്കൂള് അല്ലേ, എന്ത് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വലതുഭാഗത്ത് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പാർക്കിങ്ങിനായിട്ട് പോകേണ്ടത്. അവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടികളുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു കേട്ടോ. ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് വണ്ടികൾ വരുന്നതെന്നറിയാവോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം അങ്ങനൊരു വൈബാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ജങ്കാർ സർവീസ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ജങ്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജങ്കാറിൻ്റെ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ എല്ലാവരും അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ജങ്കാറിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അവർ കയറും. ജസ്റ്റ് ഈ ജങ്കാർ ഒന്നിടുമ്പോഴേക്കും നമ്മൾ മറുകരയിലെത്തും. വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ജങ്കാർ സർവീസിനായിട്ട് അമ്പലം പ്രത്യേകിച്ച് ചാർജുകളൊന്നും ഭക്തരിൽ നിന്നും വാങ്ങാറില്ല. ഇതേ നമ്മൾ ജങ്കാറിലേക്ക് കയറുകയാണ്. ജങ്കാറിൽ കയറിയുള്ള ഈ ഒരു യാത്ര അത് നമുക്ക് എന്താ പറയുക, ആ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വലിയ ജങ്കാറാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പം ചേച്ചിയും ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞു നിന്നപ്പോൾ ജസ്റ്റ് ആ ജങ്കാർ ഒന്ന് ടേൺ ചെയ്ത് ഇടുമ്പോൾ അടുത്ത നമ്മൾ മറുകരയിലെത്തും. അവിടെ ആ ജങ്കാറിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൊല്ലം ജില്ലയിൽ ചവറ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക്കടലിൻ്റെ തീരത്താണ് കേട്ടോ. ഈ അമ്പലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും ഈവിൾ ഐസും അതുപോലെ എല്ലാ നെഗറ്റിവിറ്റി കൊണ്ടുള്ള ദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
ഇവിടെ നമുക്കൊരു ഡിവൈൻ എനർജി ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. വളരെ ഒരു പവർഫുൾ വൈബാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനും അതിനു ചുറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അമ്പലമാണ്. 2004 സുനാമിയുടെ സമയത്ത് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെയൊക്കെ അത് അഫക്റ്റ് ചെയ്തെങ്കിലും ഈ അമ്പലവും ഇതിനടുത്തുള്ള പ്രദേശങ്ങളും തീർത്തും സേഫായിരുന്നു. അതിനുശേഷമാണ് ഈ അമ്പലം ഇത്രത്തോളം പ്രസിദ്ധി ആർജിച്ചത്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അനേകം ഭക്തരാണ് ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾ നമുക്ക് നിരവധി കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം. ആ ഒരു വൈബ് കണ്ടോ, അമേസിങ് അല്ലേ. ദേ ഇവിടെ കാട്ടിൽ മേക്കതിൽ അമ്മയുടെ ഫോട്ടോ വച്ചിട്ടുണ്ട്. മൺചട്ടികളും കലങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ വഞ്ചി കണ്ടോ. അതുപോലെ ഈ ഒരു സാധനം വീടിന് മുന്നിൽ തൂക്കിയിട്ടാൽ ദൃഷ്ടിദോഷം മാറുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. പഴയകാല മിഠായികളൊക്കെ കിട്ടുന്ന കടയുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഞാനിങ്ങനെ തിരയായിരുന്നു എൻ്റെ ഫേവറേറ്റ് പുളിമിഠായി ഉണ്ടോ എന്ന്. പക്ഷെ എങ്ങും ഇല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ വെക്കുന്ന ഡെക്കറേഷൻ ഐറ്റംസ്, ചെടിച്ചട്ടികൾ, അതുപോലെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ഷോപ്പ് ചെയ്യാൻ പറ്റും. മാങ്ങയും നാരങ്ങയൊക്കെ ഉപ്പിലിട്ടത് കണ്ടോ, വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. ടീച്ചറമ്മയുടെ കവിത എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. കവിതകളെ പ്രണയിച്ചിരുന്ന ഒരു കൗമാരം എനിക്കും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഇവിടുന്ന് കഞ്ഞിയും മുതിരയും ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുന്നതാണ്. ഇവിടുത്തെ കഞ്ഞിയും മുതിരയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരിക്കൽ പകൽ വരുമ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മണി കെട്ടുന്ന അമ്പലം എന്നും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആലിൽ നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മണി കെട്ടിക്കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ നിന്നും മണി ലഭ്യമാണ്. അപ്പോൾ നമ്മൾ മണി വാങ്ങി അത് പൂജിച്ച് വാങ്ങി അവിടെയുള്ള ആൽമരത്തിൽ ഒരുപാട് മണികൾ തൂക്കിയിട്ടേക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇങ്ങനെ കെട്ട് കാണും. അപ്പോൾ ഇത് എല്ലാ മാസവും വന്ന് ഇങ്ങനെ മണി കെട്ടിക്കൊണ്ടിരിക്കും. ചിലർ 21 തവണ മണി കെട്ടാമെന്ന നേരം, ചിലർ അതിൽ കുറച്ചായിരിക്കും കെട്ടുന്നത്. അങ്ങനെ ഇവർ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് ഇവിടെ മണി കെട്ടുകയാണ്. അപ്പോൾ മണി കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ഭക്തരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്പലത്തിൽ വന്ന് പൊങ്കാലയിടും. ഭക്തരെപ്പോഴാണോ വരുന്നത് ആ സമയത്ത് പൊങ്കാല ഇടുക. അതുപോലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവർ ഈ പൊങ്കാല വിതരണം ചെയ്യുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ഈ മണിക്ക് എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്കറിയാമോ? ലോ ഓഫ് അട്രാക്ഷനിൽ എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് 100% നടക്കും. പവർ ഓഫ് ബിലീഫ്. അപ്പോൾ ഇവിടെ മണി കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നടക്കും എന്നുള്ള ഭക്തരുടെ വിശ്വാസം, അമ്മ ആ ആഗ്രഹം നടത്തി തരും എന്നുള്ള ആ ഭക്തരുടെ വിശ്വാസമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അമ്പലത്തിന് പുറത്തായിരുന്നു കേട്ടോ തീർത്ഥവും ചന്ദനവും ഒക്കെ തന്നത്. അമ്പലത്തിന് പിറകുവശത്തായിട്ടാണ് ബീച്ച് വരുന്നത്. എല്ലാ തവണയും ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞാൽ ഉടനെ ബീച്ചിൽ പോകും. ഈ കാണുന്ന കൗണ്ടറിലാണ് മണി വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് കേട്ടോ. ആൽമരത്തിൽ വെറുതെ മണി കെട്ടുകയല്ല ചെയ്യുന്നത്. 7 തവണ ഈ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ച ശേഷമാണ് മണി ഈ കാണുന്നുണ്ടോ ഇതുപോലെ കെട്ടിയിടുന്നത്. ഒരുപാട് മണികൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കൊണ്ടാവും ആ മരം ചെറുതായിട്ട് ചരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിന് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മണി ആരും അഴിച്ചു മാറ്റാറില്ല. എപ്പോഴെങ്കിലും അത് കാലപ്പഴക്കം കൊണ്ട് വീണ് ദ്രവിച്ചു പോകുന്നതല്ലാതെ ആരും അഴിച്ചു മാറ്റില്ല. അപ്പോൾ ഇതിന് പിന്നിലൊരു ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലിൽ നിന്നും ഒരു മണി താഴെ വീണ് കിടക്കുന്നത് ഇവിടുത്തെ
പൂജാരി കാണുകയും അദ്ദേഹം ആ മണിയെടുത്ത് ആലിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം നടന്നു കിട്ടി എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പം അതിനുശേഷമാണ് ഈ അമ്പലത്തിൽ ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് അവൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് അവൾ അമ്പലത്തിൽ മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പൊങ്കാലയും ഇട്ടു എന്നാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ പൊങ്കാല സമർപ്പണം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും. പൊങ്കാല വെന്ത് കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്നും തിരുമേനി വന്ന് അത് നേദിക്കുകയാണ് ചെയ്യുന്നത്. നേദിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഈ ഒരു പായസം അവർ കൊടുക്കുകയും ചെയ്യും. ആ ചൂട് പായസം ആ അമ്പലത്തിൻ്റെ വൈബിൽ നിന്ന് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ഞങ്ങളും ഇതുപോലെ ഇലയൊക്കെ കൊണ്ട് ചെന്ന് പ്രസാദം വാങ്ങി കഴിച്ചിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയാമോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. ബീച്ചിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കടലും കാണാൻ വയ്യ, നല്ല ഇരുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നടന്നു. അവിടെ ഇതുപോലെ വറുത്ത സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. സ്ഥിരം നമ്മൾ ഈ കടയിലെ കസ്റ്റമേഴ്സാണ് കേട്ടോ. അവിടെ ഒരുപാട് കടയുണ്ടെങ്കിലും ഈ കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് ബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇരുട്ടത്ത് ബീച്ച് നിങ്ങൾ കണ്ടോ. ഇനി ഒരിക്കൽ പകൽ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് ഈ അമ്പലവും അതിൻ്റെ പരിസര പ്രദേശത്തുള്ള വൈബും കാണിച്ചു തരാം കേട്ടോ. 8:30 വരെ ജങ്കാറുള്ളൂ എന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ദേ ജങ്കാറിൽ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു. അയ്യോ പോവല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.